വളരെ 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 അവിചാരിതവും അവിസ്മരണീയവും ആനന്ദപൂരിതവുമായിട്ടുള്ള ഒരു ബാങ്കോക്ക് യാത്രയുടെ യാത്രാവിശേഷങ്ങളാണ്. ആദ്യം തന്നെ എനിക്കും എൻ്റെ സഹയാത്രികർക്കും വളരെ സ്നേഹനിർഭരമായ സ്വീകരണം നൽകിയ പട്ടായയിലെ കുടുംബശ്രീ യൂണിറ്റിനും പട്ടായയിലെ പൗരസമിതി പ്രമുഖർക്കും എൻ്റെ പേരിലും എൻ്റെ സുഹൃത്തുക്കളുടെ പേരിലും 1000 നന്ദിയും കടപ്പാടും അർപ്പിക്കുന്നു. ഇനി ട്രാവൽ വ്ലോഗുകൾ ചെയ്യണം എന്ന് മുൻപ് ആഗ്രഹിച്ചിരുന്നു, പിന്നെ അങ്ങനെ ശ്രമിച്ചിരുന്നില്ല. പക്ഷെ പോയപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബാങ്കോക്ക് യാത്ര വളരെ അവിചാരിതമാണ്. ഞാൻ പറഞ്ഞത് ഒരു എന്താ പറയുക, അതിശയോക്തിയായിട്ട് പറഞ്ഞതല്ല സത്യത്തിൽ. ഞാൻ ഏകദേശം അന്ന് ഏകദേശം ഒരു ഉച്ചയ്ക്ക് 12:30-1 മണി സമയത്താണ് ഞാൻ പോകുന്ന കാര്യം ഞാൻ അറിയുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ്. എൻ്റെ വളരെ അടുത്തൊരു സതീർത്ഥ്യനാണ് എൻ്റെ സ്പോൺസർ. ഞങ്ങൾ 3 പേരാണ് യാത്ര പോയത്. എന്താ പറയുക, അതിൻ്റെ ഒരു ആദ്യത്തെ എപ്പിസോഡ് എന്നുള്ള നിലയിൽ ഞാൻ അവിടുത്തെ ഒരു യാത്രാ വിശേഷങ്ങളുടെ കുറച്ച് വീഡിയോസാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് 1-2 എപ്പിസോഡിനുള്ള കണ്ടന്റുകൾ കയ്യിലിരിക്കുകയാണ്. സത്യസന്ധമായിട്ടും വ്യക്തവുമായിട്ട് പറഞ്ഞ പട്ടായയ്ക്ക് പോകാനായിട്ട് ആറ്റുനോറ്റിരുന്ന അമറിനെയും അക്ബറിനെയും ആൻ്റണിയെയും പോലെ കാത്തിരുന്നൊരു വേഴാമ്പലായിരുന്നില്ല യഥാർത്ഥത്തിൽ ഞാൻ. പക്ഷെ സത്യത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നല്ല. എൻ്റെ സതീർത്ഥ്യൻ ഒരു ഫ്രീക്വൻ്റായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. പുള്ളിയും ഞാനും ഞങ്ങളുടെ ഒരു സുഹൃത്തും കൂടിയാണ് ഉണ്ടായിരുന്നത്. യാത്ര വളരെ രസകരമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഒരു പക്ഷേ എന്താ പറയുക, യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുള്ള ആളുകൾ പോലും ഒരു പക്ഷേ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത വളരെ 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 ഇതായിട്ടുള്ള ചില എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായി അതിനകത്ത്. അത് കുറേ ഭയങ്കര ടെൻഷനായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഫ്ലൈറ്റ് യാത്രകൾ കുറേയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലൊരു യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതുമാണ്. ഇനി അത്തരത്തിലൊരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഉണ്ടാകും എന്ന് കരുതുന്നില്ല. വരാതിരിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാനിതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഞാനവിടെ ചെന്ന് കഴിഞ്ഞ ശേഷവും മുൻപ് മുതലേ നമ്മൾ ചിന്തിക്കാറുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ബാങ്കോക്ക് അല്ലെങ്കിൽ തായ്ലൻഡ്, ഈ പട്ടായ ഒക്കെ ഈ ഇത്രമേലൊരു സെക്സ് ടൂറിസത്തിലേക്ക് വരാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ല. അതിനൊക്കെ എല്ലാത്തിനും ചരിത്രപരമായ ഒരു കാരണങ്ങൾ കാണണം. അത് എപ്പോഴും ആലോചിക്കാറുള്ള വിഷയമായിരുന്നു. അപ്പം ഞാൻ ഒരിക്കൽ സന്തോഷത്തോടെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു റീസൺ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഈ യാത്രാനുഭവം എനിക്ക് സമ്മാനിച്ച എൻ്റെ സതീർത്ഥ്യനും എൻ്റെ സഹയാത്രികനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഊഷ്മളമായ സ്വീകരണം നൽകിയ പട്ടായ കുടുംബശ്രീ യൂണിറ്റിനും പട്ടായ പൗരസമിതിക്കും എൻ്റെ പേരിലും കമ്മിറ്റിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും വിശേഷങ്ങളുമായി സന്ധിക്കും വരെ വണക്കം.